നമസ്കാരം, പത്രവാർത്താസിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജുഷ, എൻ്റെ കൂടെ സുവിത്. 2015 ബാറുകളൊക്കെ പൂട്ടിച്ചിട്ടുണ്ടായിരുന്നത്. 424-28 ബാറുകളോ മറ്റേ അന്ന് പൂട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം CPM-കാര് എന്ന് അധികാരത്തിൽ വന്നോ അന്ന് ബാറുകളെല്ലാം തുടങ്ങി. ഞങ്ങൾ മദ്യത്തിന് എതിരാണെന്ന് പറഞ്ഞ ഈ സർക്കാർ 10 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിലെ ബാറുകളുടെ എണ്ണം 890 വളർന്നു കഴിഞ്ഞു. അത്രയ്ക്കുണ്ട് CPM-കാരുടെ ഭരണപരിഷ്കരണം. പോരാത്തതിന് മിന്നൽ മാജിക് പറഞ്ഞിട്ട് കേരളത്തിനായിട്ട് മദ്യ അടക്കം MP രാജേഷ് ഉദ്ഘാടനം അടക്കം ചെയ്ത എന്തിന്? സർക്കാരിന് വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നാൽ ആ സർക്കാരിന്റെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് VD സതീശന് ഇപ്പോൾ ടാക്സ് ഏർപ്പാടാക്കിയപ്പോൾ അതിനെന്തൊക്കെയാ അവർ പറയുന്നത്? അത് അവരുടെ നിയമത്തിന് എതിരാണ്. അതായത് അവര് പറഞ്ഞിട്ടുള്ള അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവർ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം പറയുന്നത്. വീര്യമില്ലാത്ത മദ്യത്തിന് ടാക്സ് കുറവ് തന്നെയാണ് ഏർപ്പാടാക്കുന്നത്. അത് KPCC പ്രസിഡന്റോ അതിലുള്ള ആൾക്കാരോ തീരുമാനിക്കുകയാണെങ്കിൽ അതെന്തായാലും ഉണ്ടാവുകയും ചെയ്യില്ല. പിന്നെ എന്തിനാ ഇതിന് ഇത്ര വലിയ മുറവിളി? ടാക്സ് വെട്ടിക്കൊടുക്കുക പറഞ്ഞാൽ SST ആണ് ശരിക്കും പറഞ്ഞാൽ വെട്ടി കുറച്ചിരിക്കണം. കാരണം നമ്മളിപ്പോൾ സ്വർണം വാങ്ങാനോ എന്തോ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ വിലനെക്കാട്ടിലും GST അടയ്ക്കേണ്ട, SST അടയ്ക്കേണ്ടത്. അതും കൊണ്ടാണ് ഇവർ SST കമ്മിയാക്കിയത്. അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരമേ ചെയ്യുള്ളൂ. കാരണം എല്ലാ സാധനത്തിനും പ്രത്യേകിച്ച് മദ്യത്തിന് വില കമ്മിയാവുകയാണ് ചെയ്യുക. പക്ഷെ സാധാരണയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നികുതി കൂടുതലായിട്ടും പുതിയ പാല്, അതേപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾക്കൊക്കെ നികുതി കൂടി, പച്ചക്കറികൾക്കൊക്കെ വില കൂടിയതായിട്ടും കാണുന്നുണ്ട്. ആ സമയത്താണ് മദ്യത്തിന്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് എന്നുള്ള മറ്റൊരു വാർത്ത. അതായത് ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വില കൂട്ടുകയും മദ്യം പോലുള്ള നമുക്ക് ഒരുപാട് ഹാനികരമായിട്ടുള്ള ഒരു കാര്യത്തിന് നികുതി കുറയ്ക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. ഒരു കാര്യമില്ലാണ്ട് പ്രിയദർശിനി ഫ്രീ ആയിട്ട് കൊടുത്തതല്ലേ, അപ്പൊ ഓട്ടോമാറ്റിക്കലി മദ്യത്തിന് വില കൂടും. എന്തൊക്കെയായാലും ഇതൊരു ബിസിനസ് ആണ്. അപ്പൊ അതിന് എന്തായാലും ലാഭം കിട്ടിയേ പറ്റുള്ളൂ. പക്ഷെ ഇവർക്ക് എന്തായാലും ക്ഷേമ പെൻഷൻ 3000 ആക്കാത്തതിൽ എല്ലാവർക്കും കുറച്ച് അതൃപ്തി ഇപ്പൊ ഉണ്ട്, നാട്ടിലുള്ളവർക്കൊക്കെ. പക്ഷെ ക്ഷേമ പെൻഷൻ എത്രയും പെട്ടെന്ന് കൂടുതലാക്കുമെന്നും അടുത്ത ചർച്ചയിൽ അതുമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും കൂട്ടട്ടെ. ഈ സർക്കാരും 10 വർഷം എങ്ങനെ ഭരിക്കുന്നുള്ളത് നമുക്ക് ഇനി കാണാം. അതോ ഇനി 5 വർഷം കൊണ്ട് കൂപ്പുകുത്തോന്നും കൂടി അറിയില്ല. ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാനമായും ഉള്ളത് ഒരു സങ്കടകരമായ വാർത്തയാണ്. തമിഴിന്റെ നടനും സംവിധായകനുമായ K ഭാഗ്യരാജ് വിട പറഞ്ഞു എന്നുള്ള വാർത്തയാണ് പ്രധാനമായും ഉള്ളത്. ഭാഗ്യരാജിനെ മലയാളികൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല, എന്നാലും ആയിരിക്കും. മിസ്റ്റർ മരുമകളില് ഒരു ശ്രദ്ധയായിട്ടുള്ള വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ പഴയ നടനായതും കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. എനിക്ക് ഭാഗ്യരാജ് എന്ന ഡയറക്ടറെ പറ്റി പറയാനുള്ള, ഇദ്ദേഹം സിനിമയിലായിരുന്നിട്ടും നല്ല കോടീശ്വരനായിട്ടും ആ ഒരു സിമ്പിളായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മകനാണ് ശാന്തനു ഭാഗ്യരാജ്. നായകനായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പക്ഷെ അങ്ങനെ തിളങ്ങിയില്ല, ഡൗൺ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ മലയാളത്തിലെ ഏഞ്ചൽ ജോണിലെ മോഹൻലാലിന്റെ കൂടെ പെയർ ചെയ്ത് ഇദ്ദേഹത്തിന്റെ മകനാണ്. അപ്പോൾ നല്ല തുടക്കമായി കിട്ടുന്ന വിചാരിച്ച്, പക്ഷെ മലയാളത്തിലും അങ്ങനെ തിളങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം നടത്തിയത് ഇദ്ദേഹത്തിന്റെ പഴയ തറവാടായ ആ തറവാട്ടിൽ വെച്ചിട്ട് സാധാ ഒരു കല്യാണമായിരുന്നു, ഒരു ആർഭാടവും ഇല്ലാണ്ട്. അതിൽ എല്ലാ നായകന്മാരും നടിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സിമ്പിളായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല, ഉർവശിയെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും K ഭാഗ്യരാജ് ആണ്. മറ്റൊരു വാർത്ത, ഇറാന്റെ മിസൈൽ താവളങ്ങളിൽ US സേന ഇന്നലെ രാവിലെ ബോംബിട്ടതിന് തിരിച്ചടിയായി ബഹ്റൈനിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിനെതിരെയും ആക്രമണം ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ധാരണയിലെത്തി അവർ കരാറ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. മറ്റൊരു വാർത്ത, കീം ഫലപ്രഖ്യാപനമാണ്. എഞ്ചിനീയറിംഗിൽ റോഷൻ, ഫാർമസിയിൽ വിനായക് എന്നുള്ള വാർത്തയാണ്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എറണാകുളം അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവും ബിഫാം വിഭാഗത്തിൽ തൃശൂർ പേട്ട സ്വദേശി വിനായക് നായരും 1ാം റാങ്ക് നേടി. ഇന്നലെയായിരുന്നു ഫലപ്രഖ്യാപനം ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഉന്നത വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. എന്തായാലും അഭിനന്ദനങ്ങൾ, നന്നായി. എന്തായാലും അടുത്തൊരു ന്യൂസ് പറയണ, അയോധ്യ സംഭാവന കൊള്ള അന്വേഷണ അടിമുടി.
ചമ്പത് റായുടെ രാജി സ്ഥിരീകരിച്ച് ട്രസ്റ്റ്. അയോധ്യ രാമക്ഷേത്രത്തിലെ കോടികളുടെ സംഭാവന കൊള്ളയടിച്ചതിൽ പഴുതടച്ച അന്വേഷണത്തിന് പ്രത്യേക സംഘം. 2020 മുതൽ ലഭിച്ച മുഴുവൻ സംഭാവനയുടെയും കണക്ക് പരിശോധിക്കും. 2020 ഫെബ്രുവരി 5-നാണ് കേന്ദ്രം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിൽ ട്രസ്റ്റ് രൂപീകരിച്ച്. പിന്നെ ചമ്പത് റായുടെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആയി. ട്രസ്റ്റ് രൂപീകരിക്കണത് എന്തിനാണ്? ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷേത്രത്തിലൂടെ ആയതുകൊണ്ട് അത് അന്വേഷണവും വരില്ല. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഇത് അവരുടെ ഇടയിലുള്ള വാക്കുപോര് കാരണമാണ് ഇതിപ്പോ കേസായി വന്നത്. കാരണം ഇത് കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷെ അത് അത്ര അങ്ങോട്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിപ്പോ വലിയൊരു പ്രശ്നമാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ബാങ്ക് ജീവനക്കാരടക്കം അതിൽ പ്രതികളാണ്. പക്ഷെ ബാങ്കുകാർ ഇപ്പോൾ നിരീക്ഷിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും അവർ പെടുന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പക്ഷെ ജന്മഭൂമിയിൽ പറയുന്നത് അയോധ്യയിലെ വെള്ളിക്കട്ടികൾ സുരക്ഷിതമെന്ന് SIT പറഞ്ഞു എന്നുള്ള മറ്റൊരു കാര്യമാണ്. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് സംഭാവനയായി ലഭിച്ച 200 കിലോ വെള്ളിക്കട്ടികൾ അപഹരിച്ചെന്ന ആരോപണം പൊളിഞ്ഞു. ഒരു വെള്ളിക്കട്ടി പോലും മോഷണം പോയില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി എന്നുള്ള മറ്റൊരു വാർത്തയാണ് ജന്മഭൂമിയിൽ നൽകിയിരിക്കുന്നത്. 200 കിലോയോ? ഒരു കിലോ പറഞ്ഞാൽ ഇപ്പൊ 2,30,000 രൂപയാണ് വെള്ളിക്ക് വന്നിരിക്കുന്നത്. അപ്പൊ 200 കിലോ എന്ന് പറഞ്ഞാൽ എത്രയായി? അത് മാത്രമല്ല, പിന്നെ ജന്മഭൂമി ഒരു BJP ചായവുള്ള പത്രമാണല്ലോ. അപ്പോൾ അവര് എന്ത് നിറകേട് കാണിച്ചാലും അതിനെ ന്യായീകരിക്കാനാണ് കൂടുതലും ശ്രമിക്കാറുള്ളത്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് മർദ്ദനത്തിൽ പാടുകൾ അമ്മയ്ക്ക്, അയച്ച യുവതി ജീവനൊടുക്കി. ഭർത്താവ് അതുൽ കസ്റ്റഡിയിൽ. ഇന്നലെ തിരുവനന്തപുരത്ത് ഭർത്താവ് പീഡനം കാരണം തൂങ്ങി മരിച്ച നിലയിലാണ് അവരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല 1.5 വർഷം മാത്രമായിട്ടുള്ളൂ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. പക്ഷെ ഇവർക്ക് സ്ത്രീധനമായി ലഭിച്ചിരുന്ന ഏകദേശം 50 പവനോളം പണയത്തിലാണുള്ളത്. മാത്രമല്ല അവരെ ഉപദ്രവിച്ചതിന്റെ പാടുകൾ അമ്മയ്ക്ക് വാട്സപ്പ് വഴി ചിത്രങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ അവരുടെ വീട്ടിൽ നിന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. ആക്ച്വലി ഒരു സൈക്കോളജി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആരതി പറഞ്ഞ പെൺകുട്ടി കാണിച്ചത് കുറച്ച് മോശത്തരാണ്. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാമായിരുന്നു. അതുമാത്രമല്ല, അങ്ങനെ ലാസ്റ്റ് അമ്മയ്ക്ക് പാടുകൾ അയച്ചു കൊടുക്കണം എന്ന് ആ സ്ത്രീ ശരിക്കും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ആ അനുഭവപ്പെട്ട വേദന അവനും അനുഭവിക്കണം എന്നുള്ള ഒരു റിവഞ്ച് തിങ്കിങ് ആക്ച്വലി അവിടെ ഉണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ജീവൻ പോയി, അതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആർഭാടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വർണം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വർണം എപ്പോഴും അസറ്റാണ്. ആ അസറ്റ് എപ്പോഴും കൂട്ടാനാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ആർഭാടത്തിന് ചിലവാക്കിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യം ചെയ്യരുത്. അത് ഇവന്റെ മാത്രം തെറ്റുമാണ്, അതുലിന്റെ മാത്രം തെറ്റുമാണ്. ഗാർഹിക പീഡനങ്ങൾ കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ വാർത്തകളിലൂടെ. അതായത് ഈ അടുത്ത് ഒരുപാട് പേര് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് വീണ്ടും കാണുന്നത്. അതായത് ഗാർഹിക പീഡനത്തെ ഉപദ്രവിച്ചതിനെ തുടർന്നാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. പക്ഷെ അതിന്റെ കാരണങ്ങളെ ചൊല്ലിയുള്ള കത്തുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മറ്റൊരു കാരണം കൂടിയാണ്. ഇപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ വിചാരിക്കുക. പക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകൾ മാതാപിതാക്കളെ കൂടുതൽ ആശങ്കയിൽ ആഴ്ത്താണ് ചെയ്യുന്നത്. കുട്ടികളെ ഏത് രീതിയിലായിരിക്കും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതൊന്നും ചെയ്യാത്ത ആളുകൾക്കും ഇതൊരു നെഗറ്റീവായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. പിന്നെ അടുത്ത് കേരള കൗമുദിയിലെ ഒരു ന്യൂസാണ്. കോഴിത്തീറ്റ വില മേലോട്ട്, കർഷകന് ലാഭം കീഴോട്ട്. സ്വാഭാവികമായിട്ടും മഴക്കാലം വരുമ്പോൾ വളം, കോഴിത്തീറ്റ അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യത്തിനും വില കൂടാറുണ്ട്. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. മഴക്കാലത്താണ് നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ തെങ്ങും തോപ്പിൽ തെങ്ങ് തട കൊടുക്കണം. ഞാൻ എൻ്റെ ലീവിന് പോയേ എനിക്ക് അതാണ് ഇപ്പോൾ പണി. പിന്നെ വളം വാങ്ങിയിടുക, അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വില കൂടും. ശരിയാ, കോഴിക്ക് ഇപ്പോൾ 160 രൂപയുള്ളൂ. കോഴിത്തീറ്റയ്ക്ക് ആണെങ്കിൽ 1 കിലോ എങ്ങനെ പോയാലും ഇപ്പോൾ 100 രൂപയുടെ അടുത്തും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ ആ ബിസിനസ് മോശമാവുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു ന്യൂസ് എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് തൂഫാനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ലഹരി മരുന്ന് കച്ചവട കേസിലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അതുമാത്രമല്ല, ഇതേ നിയമം TVK സർക്കാർ കൊണ്ടുവന്നിരുന്നു. അതായത് അനധികൃതമായി ആരെങ്കിലും അവർ നിർദ്ദേശിച്ചിട്ടുള്ളതിൽ കൂടുതൽ ലഹരി മരുന്നുകൾ വിൽക്കുകയാണെങ്കിൽ, മദ്യമായാലും ബാക്കിയുള്ള ലഹരി മരുന്നുകളായാലും വിൽക്കുകയാണെങ്കിൽ അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുമെന്നുള്ള
എന്നുള്ള നടപടി, അതായത് ഒരു നിയമം ഓൾറെഡി TVK സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെയാണ് ഇപ്പോ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്, ലഹരിമരുന്ന് കേസിലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും എന്നുള്ളതാണ്. അതേതായാലും കൂടുതൽ, അതായത് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്ക് അവർക്കതൊരു അലേർട്ടായിട്ടാണ് ഇതോടെ കാണാൻ പറ്റുന്നത്. സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഒരു തെറ്റ് പറ്റിയെന്ന് വരാം. ലഹരി മരുന്ന് വിൽക്കണ തന്നെ തെറ്റാണ്, അത് വേറെ കാര്യം. അത് വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും തെറ്റ് തന്നെയാണ്. പക്ഷെ സ്വത്തുക്കളെ കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ അതിനോട് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ എന്നാൽ എല്ലാവർക്കും അതൊരു പേടി വരും. അത് നല്ല കാര്യമാണ്. പിന്നെ അടുത്തൊരു ന്യൂസ് കേരള കൗമുദിയിൽ തന്നെയാണ്. സർവകാല റെക്കോർഡിലേക്ക് മുട്ട വില 8 രൂപ. അത് സർവകാല റെക്കോർഡൊന്നുമല്ല. കാരണം ഒരു 3 മാസം മുമ്പ് മുട്ടയ്ക്ക് 10 രൂപയായത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കടയിൽ പോയപ്പോൾ മുട്ടയ്ക്ക് 10 രൂപയായി. അങ്ങോട്ട് പുഴുങ്ങിയ മുട്ടയ്ക്ക് ഞങ്ങൾക്ക് 20 വേണം പറഞ്ഞിട്ട് കടക്കാരൻ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊരു 2 ദിവസമേ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ കോഴിപ്പനി വന്നിട്ട് മുട്ടയ്ക്ക് വേഗം 6.5 രൂപ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് 2 മാസം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇപ്പൊ വീണ്ടും വില കൂടി 8 രൂപയായിട്ടുണ്ട്. അത് സർവകാല റെക്കോർഡൊന്നും അല്ല എന്തായാലും. മറ്റൊരു വാർത്ത, ജയിൽ ഉദ്യോഗസ്ഥരുടെ അവധിയിൽ വകുപ്പ് തല അന്വേഷണം. അതായത് ജയിൽ ഉദ്യോഗസ്ഥർ അവധിയിൽ പോയതിനു ശേഷമാണ് അവരുടെ അവധി സംബന്ധിച്ച് ലെറ്റർ അധികൃതർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അത് പറ്റില്ല. അവർ അവധിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ലെറ്റർ അധികൃതർക്ക് ലഭിക്കണം എന്നുള്ള പുതിയ നിയമം വരണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെയുള്ള പാകപ്പിഴവുകൾക്ക് കാരണമായതുകൊണ്ടാകാം പുതിയൊരു നിയമം കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത്. പിന്നെ അടുത്ത സ്വർണ്ണവിലയാണ്. സ്വർണ്ണവിലയിൽ നേരിയ പുരോഗതിയുണ്ട്. അതായത് 1000 രൂപയാണ് കൂടിയിരിക്കുന്നത്. 1,05,000 ആയിട്ടുണ്ട്. ഇന്നലത്തെ ന്യൂസാണ്. ഇന്ന് രാവിലെ 11 മണിയാകുമ്പോൾ എന്തായാലും സ്വർണ്ണത്തിന് വ്യത്യാസം വരും. അതുപോലെ 3 മണിയാകുമ്പോൾ ഇപ്പോൾ സ്വർണ്ണത്തിന് വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു ദിവസം തന്നെ 2 തവണ സ്വർണ്ണത്തിന്റെ വില കയറി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് സ്വർണ്ണം വാങ്ങുമ്പോൾ എപ്പോഴും രാവിലെ വാങ്ങുന്നത് നല്ലത്. കാരണം ഉച്ചയ്ക്ക് ശേഷം മിക്കപ്പോഴും സ്വർണ്ണത്തിന്റെ വില കൂടാറേ ഉള്ളൂ. അതുമാത്രമല്ല വെള്ളിക്കും വില കൂടിയുണ്ട്. 2400 രൂപയുണ്ട്. അതായത് 100 രൂപയാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളിക്ക് കൂടിയുണ്ട്. ഞാൻ വെള്ളി വാങ്ങുമ്പോൾ ആക്ച്വലി അന്ന് 430-450 രൂപ വരെ ആയത്. ഇപ്പൊ അതിന്റെ നേർ പകുതിയുള്ളൂ. ഇപ്പൊ കൂടി വരുന്നുണ്ട്. കൂടി വന്നാൽ നന്നായി. മറ്റൊരു വാർത്ത, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാന മാത്രമല്ല സ്വർണ്ണത്തോട്ടിയും സ്വർണ്ണ പഴുക്കാക്കൊലയും ദേവസ്വം വിജിലൻസ് പരിശോധിക്കും. 7.5 പൊന്നാനയും ക്ഷേത്രത്തിലെ രജിസ്റ്ററുകളും നേരിട്ട് പരിശോധിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് തിരുവാഭരണങ്ങൾ മുഴുവൻ പരിശോധിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നത്. അതായത് വീണ്ടും സ്വർണ്ണ തട്ടിപ്പുമായിട്ടുള്ള, അതായത് ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്വർണ്ണ തട്ടിപ്പിന്റെ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. സ്വർണ്ണത്തോട്ടിയും എണ്ണി തിട്ടപ്പെടുത്തി അവിടെ തട്ടിപ്പുകളൊന്നും നടന്നില്ല എന്ന് മുൻകൂട്ടി തിട്ടപ്പെടുത്താനുള്ള ഒരു ഇതായിട്ട് നമുക്കിതിനെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അമ്പലം മൊത്തം ദേവസ്വത്തിന്റെ കീഴിലാണ്. അപ്പൊ അവര് പറയണതാണ് ശരിക്കും പറഞ്ഞ നിയമം. മറ്റൊരു വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ള CBIക്ക് വിടണം, ഭക്തർക്കെതിരായ കേസുകൾ പിൻവലിക്കണം എന്നുള്ളതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഗുരുതര വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ സത്യം പുറത്തു കൊണ്ടുവരുന്നതിനും ക്ഷേത്രത്തിന്റെ സുരക്ഷയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനുമായി കേസ് CBIക്ക് അന്വേഷണത്തിന് വിടണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. അതായത് ഭക്തർക്ക് മേലുള്ള ആരോപണങ്ങൾ പിൻവലിക്കണമെന്നും കൂടുതൽ സുതാര്യമായ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് CBIക്ക് അന്വേഷണം വിടണമെന്നുമാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിൽ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വളരെ സുതാര്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വാർത്തകളാണ് നമുക്ക് കിട്ടുന്നത്. ഈ ശബരിമലയെ പറ്റിയിട്ട് ഇപ്പോ പേപ്പറിൽ മാത്രമേ ഉള്ളൂ, TV ന്യൂസിലൊന്നും അങ്ങനെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഭക്തർക്കെതിരെ കേസുകൾ പിൻവലിക്കണം പറഞ്ഞാൽ ഭക്തർക്ക് എന്തിനാ കേസ്? ശരിക്കും പറഞ്ഞാൽ ആ ന്യൂസിലെ എന്തൊരു പെശക്കുള്ള പോലെയാണ് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു കേസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിലുള്ള ന്യൂസ് തന്നെയാണ് കേരള കൗമുദിയിലും ഉള്ളത്. US ഇറാൻ ആക്രമണം വീണ്ടും തുടങ്ങി. 600-700 വർഷമായിട്ട് ഇവര് ഈ അടി തന്നെയാണ് എപ്പോഴും. പണ്ട് മുതൽ തന്നെ പാലസ്തീനായിട്ടുള്ള പ്രശ്നം, ജൂതന്മാരെ ഓടിക്കണ പ്രശ്നമായിട്ട് ഈ പാലസ്തീനും
അതുപോലെ ജൂയിഷ് ആയിട്ടുള്ള പ്രശ്നം ഒരു 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. അതൊക്കെ ഇങ്ങനെ തുടർന്നും കൊണ്ടേയിരിക്കും. മറ്റേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ ലിഫ്റ്റ് എപ്പോൾ നേരാവുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഇസ്രായേലും പാലസ്തീനുള്ള പ്രശ്നം പോലെയാണ്. അപ്പൊ ഇതിനൊരു അന്ത്യം ഇല്ല അല്ലേ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്. എന്ത് കരാറൊപ്പിട്ടിട്ടും കാര്യമില്ല, യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറാനിലൊക്കെ 24 hours 365 days യുദ്ധമാണ്. അവസാനിക്കുന്നിടത്ത് ഒന്ന് വീണ്ടും തുടങ്ങുക. ഇപ്പൊ ഒരു കരാർ ഒപ്പിട്ട് അവർ ഇതാക്കിയതിനു ശേഷം വീണ്ടും ഹോർമൂസിൽ അവിടെ അടയ്ക്കാനുള്ള നടപടികൾ വീണ്ടും തുടങ്ങുമെന്നാണ് വാർത്തകളിൽ പറയുന്നത്. മറ്റൊരു വാർത്ത, വീര്യമില്ലാത്ത വിയോജിപ്പ്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നതിന് നിയമസഭാ ബഡ്ജറ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയത് UDFന്റെ വിയോജിപ്പില്ലാതെയെന്ന് നിയമസഭാ രേഖ. കമ്മിറ്റിയിലെ UDF അംഗങ്ങളായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ ബാബുവും യോഗത്തിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചതായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വിയോജിച്ചതായി രേഖകളില്ല. പിന്നെ അടുത്ത സ്പോർട്സ് പേജ് ആണ്. സ്പോർട്സ് പേജിൽ ബെൽജിയത്തിന്റെ കളി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ രാവിലെ നടന്നത്. അതാണ് ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് കൂടുതലായിട്ട് സ്പോർട്സ് പേജിൽ ഇല്ല. ഈജിപ്ത് മുന്നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇറാനെ സമനിലയിൽ കുരുക്കിയതോടെ ഈജിപ്തിന് G ഗ്രൂപ്പിൽ നിന്ന് നോക്കൌട്ട് ഉറപ്പാക്കി. സിയാറ്റിൽ സ്റ്റുഡിയോയിൽ നടന്ന മത്സരത്തിന്റെ 5-ാം മിനിറ്റിൽ ഇറാനെ മഹ്മൂദ് സാബർ മുന്നിലെത്തിച്ചിരുന്നു. 14-ാം മിനിറ്റിൽ രാമിൻ റസായിൻ ഈജിപ്തിനെ ഒപ്പം എത്തിക്കുകയും ചെയ്തു. ഈ രണ്ട് ടീമിനെ നമുക്ക് അങ്ങോട്ട് വലിയ പരിചയം അങ്ങനെ ഒരു ഇതില്ല. അവരൊക്കെ ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയ ടീമുകളാണ്. അതുകൊണ്ട് അവിടുത്തെ കളിക്കാരി അവരുടെ നിലവാരം എങ്ങനെയാണെന്ന് നമുക്കും അറിയൂല. പക്ഷെ ഇറാൻ അപ്പോഴും ഒരു മോശപ്പെട്ട ടീമാണെന്ന് അവർ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അവർ യുദ്ധത്തിൽ മാത്രമല്ല കളിക്കുമ്പോഴടക്കം അവർക്ക് കളി നഷ്ടപ്പെടുമ്പോഴും കൺട്രോൾ നഷ്ടപ്പെടുമ്പോഴും അവർ ഭയങ്കര ടെററായിട്ട് നല്ല മോശമായ രീതിയിൽ എതിർപക്ഷക്കാരോട് പെരുമാറുന്നുണ്ട്. പിന്നെ പറയണത് ഇന്ന് 7:30 ജോർദാൻ അർജന്റീനയുടെയും കളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അർജന്റീന ഇപ്പോൾ 2 ഗോൾ അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു 60-70 മിനിറ്റ് ആയിട്ടുണ്ടാവും. തിരിച്ചവർ എത്ര അടിച്ചു എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് നോക്കാൻ. പിന്നെ വൈകുന്നേരം സൗത്ത് ആഫ്രിക്കയും കാനഡയായിട്ടുള്ളതാണ്. സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ കളിയാണ് ആക്ച്വലി ഈ വർഷം കളിക്കുന്നത്. അപ്പോൾ അവരുടെ കളി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും കാണാം. അടുത്ത ന്യൂസാണ്, കേതൻ വധത്തിൽ പ്രതിശത്രു വധുവിന്റെ വെളിപ്പെടുത്തൽ. കുടുംബത്തോട് പറയുന്നതിനേക്കാൾ എളുപ്പം കൊല്ലുന്നായിരുന്നു. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, കേതൻ അഗർവാളും സിയും ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. കല്യാണം കഴിച്ചു കഴിഞ്ഞതും കാമുകനും ചേർന്നിട്ട് ഭർത്താവിനെ കൊല്ലുകയാണ് ചെയ്തത്. അത് എങ്ങനെ കൊന്നച്ചാൽ ഇവർ 3 പേരും കൂടി ട്രക്കിങ്ങിന് പോയി. അപ്പോൾ മലമുകളിലെത്തിയപ്പോൾ കാമുകനും ഭാര്യയും കൂടി ഭർത്താവിനെ അങ്ങോട്ട് തള്ളിയിട്ട് കൊല്ലുകയാണ്. ആദ്യം എല്ലാവരും വിചാരിച്ച മഴ കാരണം വഴിക്ക് അങ്ങോട്ട് പോയി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, പ്ലാൻ ചെയ്തിട്ട് കൊന്നന്നെയായിരുന്നു. ഇവര് 3-4 വർഷമായിട്ട് പ്രണയത്തിലായിരിക്കും ചെയ്തു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പറയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വീട്ടുകാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അത്ര കൊല്ലാൻ തീരുമാനിച്ചതെന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. ഫാമിലിയുടെ പ്രഷർ കാരണമാണ് കേതനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതെന്നും പറയുന്നുണ്ടായിരുന്നു. അടുത്തൊരു ന്യൂസാണ്, വാട്സപ്പ് ഗ്രൂപ്പ് വഴി ലോട്ടറി നടത്തുന്ന സംഘം അറസ്റ്റിൽ പറഞ്ഞിട്ട്. കേരള സർക്കാർ ലോട്ടറിക്ക് സമാന്തരമായി വാട്സപ്പ് ഗ്രൂപ്പ് വഴി ലോട്ടറി നടത്തി പണം തട്ടുന്ന സംഘം പിടിയിൽ. തൃശൂർ സ്വദേശികളും സഹോദരങ്ങളുമായ മുകുന്ദപുരം പുത്തഞ്ചിറ കൊമ്പത്തുകടവ് ഭാഗത്ത് തറയപ്പുളത്ത് വീട്ടിൽ ബിനോയ്, ബിജോയ് എന്നീ സഹോദരങ്ങളാണ് ആക്ച്വലി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫുട്ബോൾ സീസൺ ആണെങ്കിൽ IPL സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് ബെറ്റിംഗ് സാധാരണ വരാറുണ്ട്. അതേ ഇല്ലീഗലാണ്, പക്ഷെ അത് ലീഗലായിട്ട് നടത്താനും നിങ്ങൾക്ക് പറ്റും. അതുപോലെ ഇങ്ങനെ വാട്സപ്പിലൂടെ ലോട്ടറി പറ്റിക്കുക പറഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറ്റത്തരം തന്നെ എന്ന് പറയാം. കാരണം ഗാംബ്ലിങ് കാരണം കുറേ പേരുടെ ഈ ഗാംബ്ലിങ് എന്ന് പറയുന്നത് ഈ കള്ളിനെയും പെണ്ണിനെക്കാട്ടിലും വലിയൊരു ലഹരിയാണ്. കാരണം എന്ത് പെട്ടെന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് ഗാംബ്ലിങ് ചെയ്യുള്ളൂ. അവർക്കൊട്ടും ക്ഷമയുണ്ടാവില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ തട്ടിപ്പൊക്കെ നടത്തുന്നത്. മറ്റൊരു വാർത്ത, ഹരിത സാവിത്രിക്കെതിരെ മീരയുടെ വക്കീൽ നോട്ടീസ് എന്നുള്ളതാണ്. നോവൽ മോഷണ വിവാദത്തിൽ എഴുത്തുകാരി ഹരിത സാവിത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് KR മീര. തന്റെ നോവൽ കലാച്ചി ഹരിത സാവിത്രിയുടെ നോവൽസിന്റെ പകർപ്പാണെന്ന തരത്തിൽ നടത്തിയ വെളിപ്പെടുത്തലിനെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലും പൊതുമണ്ഡലങ്ങളിലും തന്നെ അപകീർത്തിപ്പെടുത്താനാണ് ഹരിത സാവിത്രി മോഷണ ആരോപണം ഉന്നയിച്ചതെന്നാണ് മീര പറയുന്നത്.
ഹരിത ഉയർത്തിയ ആരോപണങ്ങൾ വായനക്കാർക്കിടയിൽ തന്നെ കുറിച്ച് അവമതി സൃഷ്ടിച്ചു എന്നുമാണ് KR മീര പറയുന്നത്. അവരുടെ കലാച്ചി എന്ന നോവല് ഹരിതശ്രീയുടെ നോവലിന്റെ പകർപ്പാണ് എന്നുള്ളൊരു വിവാദം മുന്നേ എത്തിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ KR മീര വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. തന്നെ അവമതിച്ചുകൊണ്ട്, അതായത് KR മീരയെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഹരിത സാവിത്രി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ കലയുടെ കാര്യത്തിൽ, അതായത് എഴുത്തിന്റെ കാര്യത്തിൽ വരെ മോഷണങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. എഴുത്തിന്റെ പണ്ട് മുതൽ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുറെ. KR മീരന്റെ ആരാച്ചർ എന്നൊരു പുസ്തകമുണ്ട്. അതാണ് അവര് വേൾഡ് ഫേമസ് ആക്കിയത്. ഇംഗ്ലീഷിലൊക്കെ അത് പകർപ്പുണ്ട്. പിന്നെ കുറച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങോട്ട് ഇതായില്ല. അല്ല, പുരുഷപക്ഷത്ത് നിന്നിട്ട് സ്ത്രീകളെ കളിയാക്കുന്ന രീതിയിൽ അന്ന് ആ രീതിയിൽ തന്നെ പുരുഷന്മാരെ കളിയാക്കുന്ന ഒരു പുസ്തകം, ഒരു ചെറിയ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഒരു 19 കഥ ഉണ്ടായിരുന്നു. അതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അതൊരു നല്ല എഴുത്തായിരുന്നു. പക്ഷെ അതിൽ മൊത്തം ഫെമിനിസം അങ്ങോട്ട് കലർത്തി പുരുഷന്മാരൊക്കെ ഒരു ഊളകളാണ് എന്നുള്ള രീതിയിൽ പറച്ചിൽ അവർക്ക് കുറച്ച് കൂടുതലാണ്. ഇപ്പോ ഗിരീഷ്മ പറഞ്ഞ പെൺകുട്ടി ഷാരോണിനെ കൊന്ന ഇതില്ലേ, അതിൽ ഗിരീഷ്മയുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോടൊന്നും എനിക്ക് ഒരു യോജിപ്പും ഇല്ല. മറ്റൊരു വാർത്ത സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ആര്യ നായകനായെത്തിയ അനന്തൻ കാട് റിലീസായിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആര്യ പറയുന്നത് മലയാളിയാണെങ്കിലും മലയാളത്തിന് ആര്യ അതിഥിയാണ്. തമിഴ് സിനിമയിലെ തിരക്കുകൾക്കിടയിൽ അതിഥി വേഷങ്ങളിലും ചെറിയ വേഷങ്ങളിലുമാണ് പലപ്പോഴും മലയാള സിനിമയിലേക്ക് എത്തിയിരുന്നത്. ആ പതിവ് തെറ്റിച്ച് ഒരു മുഴുനീള കഥാപാത്രമായ അനന്തൻ കാട് എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നടൻ ആര്യ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ജിയാൻ കൃഷ്ണകുമാർ ടിയാനിന് ശേഷം നല്ലൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പൊ അനന്തൻകാട് സംവിധാനം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അനന്തൻകാട് കുറെ ഒരു 3-4 വർഷം മുമ്പ് ഇറങ്ങേണ്ട പടമാണ് എന്നാണ് പറയുന്നത്. കാരണം അത് എന്തോ കാരണം കൊണ്ട് കുറെ വൈകിപ്പോയി. ജിയാൻ കൃഷ്ണകുമാർ പിന്നെ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഒരു എന്തായാലും ആള് കോംപ്രമൈസ് ചെയ്യാറില്ല. അതുകൊണ്ട് ആ സിനിമ എന്തായാലും നല്ല രസമുണ്ട്. പക്ഷെ മുരളി ഗോപിയുടെ ശക്തമായ പൊളിറ്റിക്സ് അനന്തൻകാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ശക്തമായ പൊളിറ്റിക്സ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ലെഫ്റ്റിലാണ്. അതാണ് പൊളിറ്റിക്കൽ സിനിമ എന്ന് പറയാൻ. എല്ലാം പൊളിറ്റിക്കാണ്, പക്ഷെ എന്നാലും പൊളിറ്റിക്കൽ സിനിമ എന്ന് പറയാൻ എടുത്തു കാണിക്കാൻ പറ്റിയ പടം ലെഫ്റ്റ് തന്നെയാണ്. പിന്നെ ടിയാനും ഉണ്ട്. ബാക്കിയുള്ള സിനിമയെല്ലാം കൊമേഴ്ഷ്യൽ ആസ്പെക്ട് നല്ല കൂടുതലാണ്. എമ്പുരാൻ ആയാലും ലൂസിഫർ ആയാലും എല്ലാം ഉള്ളത്. അപ്പോൾ അനന്തൻകാട്ടില് ആര്യന്റെ പേരിൽ മാർക്കറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം ആര്യയിലും നായകനാണ്, പക്ഷെ നായകനല്ലേ ഇനി. അങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഒരു വെട്രി എന്നൊരു തമിഴ് ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നല്ല സിനിമയാണ്, പക്ഷെ നല്ല രീതിയിൽ തുടങ്ങി അവസാനമാകുമ്പോൾ എന്തോ കുറച്ച് ഡൗൺഫാളാണ് വന്നത്. വിചാരിച്ച പൊളിറ്റിക്സ് അങ്ങനെ കറക്റ്റായിട്ട് അതിൽ അവസാനം വന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം അനന്തൻകാടിന് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ പത്രവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പത്രവാർത്തകളുമായി നാളെ കാണാം. നന്ദി.